നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നു PSG ഇന്റർ മിയാമിയെ പന്നിക്കിടും ആ ഒരു റൗണ്ട് ഓഫ് 16 എന്നുള്ളത്. സോ അത് തന്നെ സംഭവിച്ചു. പ്രോപ്പർ ഡിസ്ട്രോയിങ് ആയിരുന്നു PSGയുടെ ഭാഗത്ത് നിന്നും ഇന്റർ മിയാമിയെ. പല ജേർണലിസ്റ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്റർ മിയാമി ഇത് പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. അതൊക്കെ ദാറ്റ്സ് റൈറ്റ്, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. ഇന്റർ മിയാമി ചിലപ്പോൾ പരാജയപ്പെടും. PSG എന്ന് പറയുന്നത് അത്രയും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീമാണ്. നല്ല പ്രോപ്പറായിട്ട് ഗെയിം കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയൊരു ടീമാണ്. നല്ല പാസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയൊരു ടീമാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രിബിളിങ്ങിന് ക്യാപ്പബിൾ ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സുള്ളൊരു ടീമാണ്. ഫിനിഷിങ്ങിന് ക്യാപ്പബിൾ ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സുള്ള ടീമാണ്. ഇതൊക്കെയാണ് PSG, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്റർ മിയാമിയുടെ ഭാഗത്തു നിന്നും നല്ലൊരു അറ്റാക്ക് മാത്രം വന്നിട്ടില്ല. നമുക്ക് ഗെയിം കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും PSG സിമ്പിളായിട്ട് വിജയിക്കും. അതായത് ആകെ സെക്കൻഡ് ഹാഫിൽ ഒരു മെസ്സിയുടെ ഭാഗത്ത് നിന്നും നല്ലൊരു ഹെഡർ ഉണ്ടായിരുന്നു. അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന അവരുടെ നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞത്. ടോട്ടൽ അറ്റംപ്റ്റ് 1 2 3 ഒക്കെ ഉള്ളൂ ഇന്റർ മിയാമിയുടെ ഭാഗത്തു നിന്നും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോപ്പറായിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു PSG എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്റർ മിയാമിയുടെ ഭാഗത്തു നിന്നും കുറച്ച് അറ്റാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്കൊരു ഗെയിമിനൊരു ചെറിയ ത്രിൽ ഉണ്ടായിരുന്നു. ഇത് ഗെയിം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് PSG ആണ് വിജയിക്കുക എന്നുള്ളത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോൾ സ്കോർ ചെയ്തു PSG. ആദ്യം വിറ്റീനിയുടെ അസിസ്റ്റിൽ നിന്നും ഹാവോ നവാസ് ഒരു കിഡിലും ഫ്ലൈയിങ് ആയിട്ടുള്ള ഒരു ഗോൾ സ്കോർ ചെയ്തു. ഫാബിയാൻ റൂയിസിൻ്റെ അസിസ്റ്റിൽ നിന്നും ഹാവോ നവാസ് രണ്ടാമത് വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തു. മൂന്നാമത് ഹക്കീം ഒരു ഗോൾ സ്കോർ ചെയ്തു. പിന്നെ ഫാബിയാൻ റൂയിസ് ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് മിക്കവാറും 8 പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് പിന്നെ PSG എന്താ പറയുക, അവരവരുടെ പ്ലേയേഴ്സിനൊക്കെ റിസർവ് ചെയ്ത് അങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. അവരെന്തായാലും വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസിൽ തന്നെയാണ് ലൂയിസ് എൻറിക്കെ ഇന്നത്തെ ടീമിനെ ഇറക്കി വിട്ടിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഡെംബലെ ഇറക്കിയിട്ടില്ല. ക്വരറ്റ്സ്കേലിയ, ദെസേരെ ദുവെ, ബാർക്കോള ഇവർ 3 പേരായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും അവർ ക്യാപ്റ്റൻ മാർക്കിന്യോസിനെ വലിച്ചു, ഹക്കീമിയെ പിൻവലിച്ചു, പിന്നെ അതുപോലെ തന്നെ ന്യൂനോ മെൻഡസിനെ പിൻവലിച്ചു. ന്യൂനോ മെൻഡസ് വേഴ്സസ് ലയണൽ മെസ്സി. ന്യൂനോ മെൻഡസ് കുറേയൊക്കെ ടാക്കിൾ ചെയ്യാൻ നോക്കി, മെസ്സി 1-2 പ്രാവശ്യമൊക്കെ ട്രിപ്പിൾ ചെയ്തു പോയി. പക്ഷേ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. പക്ഷേ ഇന്റർ മിയാമിയുടെ അതൊന്നും ഞാൻ പറഞ്ഞില്ല, നല്ലൊരു അറ്റാക്ക് ഇല്ലായിരുന്നു കാര്യം പറയാമല്ലോ. സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് പിന്നെ ഇന്റർ മിയാമി കുറച്ചും കൂടി പിടിക്കാൻ തുടങ്ങി. പക്ഷേ എന്നാലും ബോൾ അവിടെ വരെ എത്തുന്നുണ്ട്. അതായത് ഇവരുടെ PSG ഹാഫിലോട്ട് എത്തുന്നുണ്ട്. അവിടുന്ന് അത് ക്ലിയർ ചെയ്ത് കളിയും ഡിഫെൻഡ് ചെയ്ത് കളിയും വളരെ കൂളായിട്ടാണ് PSG കളിച്ചുകൊണ്ടിരുന്നത്. സോ അവരെന്തായാലും PSG ക്വാർട്ടർ ഫൈനലിലോട്ട് അങ്ങനെ അങ്ങോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലമിംഗോ വേഴ്സസ് ബയൺ മ്യൂണിക് മാച്ചിൽ ബയൺ മ്യൂണിക്ക് 4-2 എന്നുള്ളൊരു സ്കോറിന് ബയൺ മ്യൂണിക്ക് വിജയിച്ചു. അതും നല്ലൊരു മാച്ചായിരുന്നു കേട്ടോ. ഫ്ലമിംഗോ നല്ലപോലെ ട്രൈ ചെയ്തു, പക്ഷേ ബയൺ മ്യൂണിക്ക് വിട്ടുകൊടുത്തില്ല. ഹാരി കെയ്ൻ 2 ഗോളൊക്കെ സ്കോർ ചെയ്തിട്ട് അവർ ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. PSG വേഴ്സസ് ബയൺ മ്യൂണിക് അതായിരിക്കും ക്വാർട്ടർ ഫൈനലിലെ അടുത്തൊരു മാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ചെൽസി ബെൻഫിക്കയിൽ ചെൽസി ക്വാളിഫൈ ആയി. പിന്നെ അതുപോലെ തന്നെ പാൽമിറാസും ബൊറ്റഫാഗയിൽ പാൽമിറാസ് ക്വാളിഫൈ ആയി. അങ്ങനെ പാൽമിറാസ് വേഴ്സസ് ചെൽസിയാണ് ഒരു ക്വാർട്ടർ ഫൈനൽ. PSG വേഴ്സസ് ബയൺ മ്യൂണിക്കാണ് അടുത്ത ക്വാർട്ടർ ഫൈനൽ. ഇനി നാളെ, അതായത് ദാറ്റ് മീൻസ് നാളെ രാവിലെയാണ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽ ഹിലാൽ മാച്ച് ഉള്ളത്. ആ ഒരു ടീമും ഫ്ലുമിനൻസും ഇന്റർ മിലാനും, ഈ 2 ടീമും ഫ്ലുമിനൻസും ഇന്റർ മിലാനും തമ്മിൽ ആരാണോ ക്വാളിഫൈ ആവുക അവരും മാഞ്ചസ്റ്റർ സിറ്റിയും അൽ ഹിലാലും, ഈ 2 ടീമിൽ ആരാണോ ക്വാളിഫൈ ആവുക ആ 2 ടീമായിരിക്കും അടുത്ത സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്നത്. പിന്നെ റയൽ മാഡ്രിഡും പിന്നെ യുവൻറ്റസും തമ്മിലൊരു റൗണ്ട് ഓഫ് 16 ഉണ്ട്. പിന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ടും മോണ്ടാസറിയും തമ്മിൽ, സെർജിയോ റാമോസിൻ്റെ ഒക്കെ ആ ഒരു ടീമും തമ്മിലുള്ളൊരു റൗണ്ട് ഓഫ് 16 ഉണ്ട്. ഇതിൽ 2 ടീം ക്വാളിഫൈ ആവും, അതും ഒരു ക്വാർട്ടർ ഫൈനൽ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഇനി ആരൊക്കെയായിരിക്കും ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആവുക എന്നുള്ളത്. ഓൾറെഡി ഇപ്പോൾ 4 ടീം ക്വാളിഫൈ ആയി. സോ ഇനി നമുക്ക് അടുത്ത ക്ലബ് വേൾഡ് കപ്പിൻ്റെ പരിപാടിയിലോട്ട് നോക്കാം. സോ എന്തായാലും താങ്ക് യു സോ മച്ച്.